പഞ്ചാര കുറക്കല്ലേ? നിങ്ങൾക്ക് അറിയില്ലേ, കുറച്ചിട്ടാ മതി. മദറ ഇടണ്ടെന്നൊക്കെ എല്ലാരോടും ചോദിക്കേണ്ട ഒരു അവസ്ഥ ആയിക്കണം. ആ എന്താ കടിക്കാള്? കഴിക്കാതെ പഴംപൊരി ഉണ്ട്, നെയ്യപ്പുണ്ട്, എല്ലാം ഉണ്ട്. നോക്കിയേ ഡാ കൊടുക്കടാ. എന്നാ പഴംപൊരി ഉണ്ടോ? പഴംപൊരി ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള ചോദ്യങ്ങൾ കുറെ വരല്ലേ. നിങ്ങൾക്ക് ഈ വാഗൺ ട്രാജഡിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയോ? അല്ല റഹ്മാൻക്ക, വേറെന്തൊക്കെയാ വർത്താനങ്ങള്? എന്തേ വർത്താനം ഇങ്ങനെ പോണ്? എത്രയൊക്കെ എന്റേത്? എന്റെ എത്ര? അത് മതിയാ? കിത്തനെ ബായ്? ഒരു ചായ, ഒരു പഴംപൊരി. പഴംപൊരിയാ? പഴംപൊരി അല്ലടാ, പഴംപൊരി. പഴംപൊരി എന്ന് പറയും. പഴംപൊരി. പഴംപൊരി 15. ചില്ലാറല്ലടാ. ആ 2 മുട്ടായി അല്ലേ, കുട്ടിയെ കൊടുത്താളാ. ശരി. എന്റെ സുരേഷ്, ഇജ്ജ് ഓനെ മലയാളം പഠിപ്പിച്ചിട്ട് എന്റെ മലയാളം ഇല്ലാണ്ടാക്കണ്ടങ്ങയ്യേ. അതന്നെ ഇപ്പൊ ഞാൻ ഓനോട് പറയണതേ. ഓലിഞ്ഞിപ്പോ എന്നതൊക്കെ പഠിക്കുക. ഞങ്ങൾ ഇറങ്ങിട്ടാ. ആ ഞങ്ങൾ പോലെ പോലെ പോലെ. ആരാണിപ്പത്? എന്നാ പിടിച്ചോളിട്ടാ, ഞങ്ങള് പിടിച്ചോളിട്ടാ. ഇവിടെ ഇപ്പൊ ബംഗാളികൾക്കും തമിഴന്മാർക്കും ഇഷ്ടം പോലെ പണിണ്ട്. നമ്മളെ നാട്ടുകാർക്കാണല്ലോ ഇവിടെ പണിയില്ലാത്തത്. അല്ലെങ്കിലും ഞമ്മളെ നാട്ടുകാരൊക്കെ ഇപ്പൊ സുരേഷ് ഈ പണിക്ക് കിട്ടുവോ? അല്ല അത് കിട്ടൂല. ആ അതന്നെ, അതുകൊണ്ട് ഓർക്കൊക്കെ ഇവിടെ പണിയുണ്ട്. നിങ്ങൾക്കിപ്പോ ഈ ബംഗാളിലൊക്കെ വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോ സൽമാൻ അവിടെ കൊടുന്ന് നിർത്തിക്കൂടെ? സൽമാൻ മോനെ, ഓൻ പിന്നെ പഠിക്കല്ലേ. പിന്നെ ഇപ്പത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു കുറച്ചിലല്ലേ? അല്ല അതും ശരിയാണ്. ആ ആയിക്കോട്ടെ. എന്താ ബായ്, ഒരീസേ ഓന്റെ കണക്ക് 3 ഗ്ലാസ്സാണ്. അപ്പൊ അവർക്ക് ശമ്പളം കൊടുക്കണ്ടല്ലോ. ഈ പോക്ക് പോവാണെങ്കിൽ സുരേഷൊക്കെ നീ ചായ കുടിക്കണ സ്റ്റീൽ ഗ്ലാസ്സിലാവും. ബായ് ഞാൻ കുപ്പിച്ചിലാണ്ട് വാരിട്ടാളാ. ഞാൻ ഒരു മണിക്കൂറിന്റെ എടുത്താളാ. ഒന്നും പറയാനും പറ്റില്ല, കട്ടകാലം. റഹ്മാൻക്ക, ഇനിയിപ്പോ സൗദി പോക്കൊന്നും നടക്കണ്ടാവില്ലല്ലേ? 10-25 കൊല്ലായിരം സുരേഷ് പോക്ക് തുടങ്ങിയിട്ട്. ഇനിയിപ്പോ സൗദിക്ക് പോയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലട്ടാ. ഇപ്പത്തെ അവിടുത്തെ ഒരു ഇതേ, അവിടുത്തെ കാര്യം വലിയ അടങ്ങാറ് തന്നെയാണ്. ഇന്നാ പിന്നെ നാട്ടിൽ കൂടാന്ന് വെച്ചാലാ ഇവിടുത്തെ സ്ഥിതിയൊക്കെ ഇതെല്ലാം കൂടി എവിടേക്കാ പോണാവും. സൽമാൻ എന്തിനാ പഠിക്കണേ? വലിയ എന്തിനൊക്കെയാണ് ഇപ്പത്തെ പൈതമക്കളെ പഠിപ്പും കൂടി ഞമ്മക്ക് മനസ്സിലാവൂലല്ലോ. ആ അതന്നെ. ആ ന്യൂജനല്ലേ, വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട. എന്ത് ന്യൂജൻ സുരേഷ്? അന്റെ ഇന്ത്യയൊക്കെ ചെറുപ്പത്തിലുള്ളതിനല്ലേ ന്യൂജൻ എന്ന് പറഞ്ഞത്? ശരിയാണ്. അത് ഇപ്പൊ പൊട്ടി പൊളിച്ചൊന്നല്ല, അതെല്ലാ കാലത്തുണ്ട്. വേണമെങ്കിൽ പഴയ കുറച്ച് ഫോട്ടോ എടുത്ത് നോക്കിയാരാ. ഞാൻ എപ്പോഴും സൗദിയിലുള്ള മാതിരിയാണ് ഓന്റെ പോക്ക്. ബൈക്കിന്റെ കാലൊക്കെ ഇപ്പൊ അവിടെ പോയില്ലേ. ആ അവനാണ് ഞാൻ ആകെ ഒരു പ്രതീക്ഷ ഉള്ളത് സുരേഷേ. അതൊക്കെ ശരിയായിക്കോളും. പടച്ചോൻ കാക്കട്ടെ. ഒരു സിംഗിൾ ബർഗർ, ഒരു ഗ്രേപ്പ് ജ്യൂസ്. ഹലോ റാഷി, പറയടാ. അങ്ങനെ ഓർഡർ ഞങ്ങൾ ബർഗർ ലോഞ്ചിലാടാ. അതെന്താടാ? എന്നാ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കേടാ. ബർഗറിന്റെ ഉള്ളിൽ എന്തായാലും 2 പീസ് എനിക്ക് വേണം. എനിക്ക് 2 പറഞ്ഞിട്ടില്ലേ? ഉറപ്പല്ലേ? എടാ റാഷി ആയിരുന്നു. അവന്റെ കാര്യം ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. എന്തേ? അവൻ വരുന്നില്ലെന്നാ പറഞ്ഞു. എന്തേ? ഓനക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നാ തോന്നുന്നു. ആ പൈസ ലാക്കണ കാര്യല്ലേ, അവൻ വരാനൊന്നും പോകുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല നാളത്തെ പ്ലാൻ പറ. ഒരു ബുള്ളറ്റ് അല്ലേ? അപ്പൊ ഇനി ഒരു ബൈക്കും കൂടി ഒപ്പിക്കേണ്ടി വരൂല്ലേ? ബൈക്കല്ലടാ, ബുള്ളറ്റ് ഇട്ടിയാണല്ലോ, തകർക്കും ഞമ്മള്. അത് നമുക്ക് ശരിയാക്കാം. അതൊക്കെ. അത് സ്ഥലം പറ, എവിടേക്കാ നമ്മള് പോവാ? ഉണ്ടല്ലേ, നമുക്ക് വയനാട് അടിച്ചാലോ? വയനാടാ?
ചെങ്ങായെ കോട്ടക്കലങ്ങാടി കണ്ടതിനേക്കാളും കൂടുതൽ ഞാൻ വയനാട് കണ്ടിട്ടാ അപ്പൊ വയനാട്ടിക്ക് വീണ്ടും വയനാട്ടിക്ക് ആ ഇറ്റം വന്നു ഇനിയും കുറച്ച് നേരത്തിനുണ്ട്. നല്ല പൊളിയുണ്ട്. എന്തായി കാരണം എന്താ ഇങ്ങനെ സൂസൂട്ടിക്കല്? പിന്നെ ഇത് കടിച്ചു പൊട്ടിക്കാണ്ട് ഇപ്പൊ കിട്ടും. അപ്പൊ ഇത് തോന്നാൻ പറഞ്ഞത് അതായത് മുത്തോ, നമ്മൾ സോസ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ വൃത്തിയായിട്ട് ആര് കണ്ടാലും അയ്യേ എന്ന് പറയാത്ത വിധത്തിൽ ഇങ്ങനെ ഇങ്ങനെ. അല്ല നമ്മളിപ്പോ ഇങ്ങനെ എന്തിനാ വന്നിക്കണ്? ഇത് മാത്രമേ ചിന്തയുള്ളൂ. ഞാനൊരു ഐഡിയ പറയാം. ആ പറയ്. നമുക്ക് മസനഗുഡി വഴി ഊട്ടി പോയി എങ്ങനെ ഉണ്ടാവും? അത് പൊളിക്കും. അതാകുമ്പോ ഈ ലോകത്താരും പോവാത്ത സ്ഥലമാണല്ലോ. FB വേണമെങ്കിൽ നമുക്ക് ലൈവ് ഇടാം അല്ലേ? ഒന്ന് പോടാ അവിടുന്ന്. ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടി മസനഗുഡി. നീ തർക്കൊന്നും വേണ്ട, നമുക്കേ വയനാട്ടിൽ തന്നെ പോവാം. അതിപ്പോ അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. ലാസ്റ്റിന് വയനാട്ടിൽ തന്നെ പോകും. അവിടെ പോകുമ്പോ ചെക്ക് പോസ്റ്റും ഇല്ല. അപ്പൊ എന്നാ ഇനി ഓക്കെ, വയനാട് ഫിക്സ്. ഓക്കെ, അതല്ലേ. ഏതാ മുത്ത് ചെയ്യാന്? എന്നോട് കൂടെ പറയണം. ഞാൻ കീ അടിക്കാൻ ഓടിക്കണ്ട, ഞാൻ എടുത്തു. മച്ചേ ഈ എവിടെ ഇരുന്നട സൽമാനെ? സമയം എത്രയും നോക്കിയേ. എക്സാം അല്ലോ ഉമ്മച്ചി. എനിക്കൊരു കമ്പൈൻ സ്റ്റഡി സോപ്പിടൊന്നും വേണ്ട. ചോറ് എന്നിട്ട് ഈ പാത്രം ഒഴിവാക്കി തന്നെ. ഞാൻ കഴിച്ചിക്കണമ്മ. എടാ മര്യാദക്ക് ഇവിടെ ഒന്ന് കഴിച്ചോ. എന്ന് തന്നെ എന്റെ പരിപാടി. 2 വറ്റ് കഴിക്കാതെ ഉറങ്ങണ്ട. എന്നാ കൊറച്ച് മതിട്ടാ നിങ്ങളെ കൊണ്ട്. ഇത് എന്നും പുറത്തുനിന്ന് തിന്നല തന്നെ ഓന്റെ പണി. ഓന്റെ പ്രായതല്ലേ. പ്രായം. ഉമ്മച്ചി എനിക്ക് നാളെ 2000 രൂപ വേണം കേട്ടോ. നാളെ ചെറിയ സ്റ്റഡി ടൂർ ഉണ്ട്. അടുത്തത് ഇനി ടൂറ്. ഇജിഞ്ഞ് ഓരോന്നും പറയാൻ നിക്കണ്ട. 2000 ഉറുപ്പ്യല്ലേ ആണ്ട് എടുത്തു കൊടുത്താളാ. അതിപ്പൊ തന്നെ എടുത്തു കൊടുക്ക്. അവൻക്ക് നേരത്തെ പോണ്ടി വരും. ഓ നിങ്ങൾ എന്നെ ഓനെങ്ങനെ നാശാക്കണത്? അല്ലാ ഞാൻ സ്റ്റഡി ടൂർ ആണെന്ന് പറഞ്ഞാലേ 2000 ഒപ്പിച്ച്. ചെക്കന്റെ പഠിപ്പ് ഇനി എത്ര ഉണ്ട്? അതാണ്ട് കഴിഞ്ഞിട്ടിയാ മതിയായിരുന്നു. അതിന് ഇനി 1 കൊല്ലം കൂടെയല്ലേ ഉള്ളൂ. അത് വേഗം അങ്ങോട്ട് പോയിക്കോളും. ആ ഓൻക്കൊരു ഉത്തരവാദിത്തൊക്കെ ഉണ്ടായാ മതി. നിങ്ങൾ ഇടങ്ങാറാവണ്ട. ഓനൊരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടായിട്ടല്ലടി, ഇന്നെ കൊണ്ട് വെച്ചാഞ്ഞിട്ടാണ്. ആ നന്നായിക്കോളും. ഞാൻ നോക്കിയല്ലോ. അല്ല എനിക്ക് കിട്ടണില്ല. ഇതൊന്നും കൂടെ നോക്ക്. ആ അഡ്രസ് ശരിയല്ലേന്ന്. അത് വേഗം തീർക്കാനുള്ള കേട്ടോ. നമുക്ക് നാളെ പോണ്ടേ?
എന്നാ നീ ഒന്ന് കട്ടാക്ക്, ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഒന്ന് മൂത്രമൊഴിച്ചു വരാം. നാഥ ഈ ദുനിയാവിന്റെ കോണിൽ അതിഥികളായി ജന്മങ്ങൾ അതിലൊരു തണലായി കരുണയും തേടും. ജോൾക്ക് വിളിച്ചിരുന്ന ഞാൻ വിളിച്ചോളാം, നിങ്ങൾ ബേജാറാവണ്ട. ഇടക്കൊന്ന് വിളിച്ചു നോക്കിക്കൊള്ളി. ഈ ജീവിതം പകൽക്കീനാവിന്മേലൊരു തൂവലായി പാറിയലയുന്നു. ഒരു ദിനം നിറങ്ങൾ മാറാതെ ഒരു പാതയിൽ പോയി മറയുന്നു. തീരങ്ങൾ തകലയാ സ്വപ്നങ്ങൾ തേടുമ്പോൾ കൈവിട്ട വർണ്ണങ്ങൾ ഇനി വരുമോ? കാലങ്ങൾ തീർത്തൊരാ കാണാത്ത മുറിവുകൾ മായുന്ന നിമിഷങ്ങൾ ഇനി വരുമോ? ഇതാണീ ജീവിതം, ജീവിതം തീരാക്കഥയായി തീരം കാണാത്ത നോവിൻ കടലാ. ഒഴിഞ്ഞ നേരവും കാലവും ഏതോ വിധിയായി ഞാനും അതിലാരും കാണാത്തിരയാ. ഈ ജീവിതം പകൽക്കീനാവിന്മേലൊരു തൂവലായി പാറിയലയുന്നു. ഒരു ദിനം നിറങ്ങൾ മാറാതെ ഒരു പാതയിൽ പോയി മറയുന്നു. ഈ പകലും ഈ സന്ധ്യയും പറയാതങ്ങകലുന്നു. ഈ ജീവയാത്രയിൽ തളരാതെ നീ കാക്കണേ. ഓൻ വന്നിക്കണെന്ന് തോന്നുന്നു. അവൻ തുറന്നു കൊടുത്താ.
അന്റെ ടൂർ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാ? ചോറെടുത്തേക്കും. ചോറാ? ഇന്ന് പുറത്തുനിന്നൊന്നും കിട്ടിയില്ലേ? എന്നും പുറത്തുനിന്ന് കഴിച്ചിട്ടാണല്ലോ വരവ്. ഇതെന്താടാ? ഇന്നലെ ടൂറ് പോകാൻ വാങ്ങിയ പൈസ ഞാൻ പോയിട്ടില്ല അപ്പച്ചി. അതെന്തേ? അപ്പച്ചി ഇത് കയ്യിൽ വെക്കും. ഇതെന്താ പൈസക്കെ? ഞാനിന്നൊരു ചെറിയ ജോലിക്ക് പോയി അപ്പച്ചി, പാർട്ട് ടൈം ആയിട്ട്. മോൻ ഇവിടെ ഇരിക്ക്. ബാപ്പച്ചക്ക് ഞാൻ മരിക്കോളം പണിക്കോയാലും ഒരു കുഴപ്പമില്ല. എന്നാലും എന്റെ കുട്ടി അങ്ങനെ ചിന്തിച്ചല്ല, അത് മതി. അതാണ് ഇപ്പത്തെ കുട്ടിയേക്കും വേണ്ടത്. അതിന്റെ അപ്പുറത്ത് ഒന്നും ഈ ബാപ്പച്ചക്ക് വേണ്ട. അൽഹംദുലില്ലാ.